ലോകമെമ്പാടും ബിസിനസ് വിപുലപ്പെടുത്തുന്ന ലുലു ഗ്രൂപ്പ് സ്വന്തം നാടായ കേരളത്തിലും തങ്ങളുടെ ബിസിനസ് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓണസമ്മാനമായി കോഴിക്കോട് മാൾ തുറന്ന ഗ്രൂപ്പ് ക്രിസ്മസ് സമ്മാനമായി കോട്ടയത്തും പുതിയ മാൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുകയാണ്. മണപ്പുഴയിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന മാളിന്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അവസാന നിമിഷത്തെ ഏതാനും മിനുക്കുപണികൾ മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. ലുലു ഗ്രൂപ്പിന്റെ കേരളത്തിലെ 5ാമത്തെ ഷോപ്പിംഗ് മാളാണ് വരാൻ പോകുന്നത്. നിലവിൽ കോഴിക്കോടിനു പുറമെ കൊച്ചി, തിരുവനന്തപുരം, പാലക്കാട് എന്നിവിടങ്ങളിലാണ് ലുലുവിന് ഷോപ്പിംഗ് മാളുകളുള്ളത്. ഇതോടൊപ്പം തന്നെ തൃപ്പയാളിൽ ലുലു ഗ്രൂപ്പിന്റെ വൈമാളും എറണാകുളം കുണ്ടന്നൂരിലെ ഫോറം മോളിൽ ഒരു ഹൈപ്പർ മാർക്കറ്റും ലുലുവിന്റേതായി പ്രവർത്തിക്കുന്നുണ്ട്. കോട്ടയത്തെ ലുലു മാളിന്റെ ഉദ്ഘാടന തീയതി ലുലു ഗ്രൂപ്പ് ഔദ്യോഗികമായി തന്നെ പുറത്തുവിടും. ക്രിസ്മസ് വിപണി ലക്ഷ്യമിട്ട് ഡിസംബർ മാസത്തിന്റെ ആദ്യ ആഴ്ചയോ രണ്ടാം ആഴ്ചയോ മാൾ പ്രവർത്തനം ആരംഭിച്ചേക്കും. 2 നിലകളിലായിട്ടുള്ള മാളിന് 3.22 ലക്ഷം ചതുരശ്ര അടി വിസ്തീർണമാണുള്ളത്. വിസ്തീർണത്തിന്റെ കാര്യത്തിൽ പാലക്കാട് ലുലു മാളാണ് കേരളത്തിലെ ഏറ്റവും ചെറുത്. 2 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പാലക്കാടെ മാൾ പ്രവർത്തിക്കുന്നത്. 20 ലക്ഷത്തോളം ചതുരശ്രയടി വിസ്തീർണമുള്ള തിരുവനന്തപുരത്തെ മാളാണ് ഇക്കൂട്ടത്തിലെ ഏറ്റവും വലുത്. കൊച്ചിയിലെയും തിരുവനന്തപുരത്തേതും പോലെ വലിയ മാളല്ല കോട്ടയത്ത് വരുന്നതെങ്കിലും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെയും ലഭ്യമായിരിക്കും. കോഴിക്കോടും പാലക്കാടും പ്രവർത്തിക്കുന്ന മിനി മാളിന് സമാനമായിരിക്കും കോട്ടയത്തെയും മാൾ. കോട്ടയത്തിന് പുറമെ സമീപ ജില്ലകളിലെ മാളുകൾ മണിപ്പുഴയിലെ മാളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ലുലു ഹൈപ്പർ മാർക്കറ്റ്, ലുലു ഫാഷൻ സ്റ്റോർ, ലുലു കണക്ട്, ഫുഡ് കോർട്ട്, മൾട്ടി ലെവൽ പാർക്കിംഗ്, വിവിധ രാജ്യാന്തര ബ്രാൻഡുകൾ എന്നിവയെല്ലാം കോട്ടയത്തെ മാളിലും ഒരുങ്ങിക്കഴിഞ്ഞു. 5000 പേർക്ക് ഇരിക്കാനാകുന്ന തരത്തിലാണ് ഫുഡ് കോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരേ സമയം 1000 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനാകുന്നതാണ് മൾട്ടി ലെവൽ പാർക്കിംഗ്. മാളിലേക്കുള്ള ജീവനക്കാരെ നേരത്തെ തന്നെ ലുലു ഗ്രൂപ്പ് അഭിമുഖം നടത്തി തെരഞ്ഞെടുത്തിരുന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാനും MD-യുമായ യൂസഫ് അലി തന്നെ അടുത്തിടെ കോട്ടയത്ത് എത്തി മാളിന്റെ ഒരുക്കങ്ങൾ നേരിട്ട് നിരീക്ഷിച്ചിരുന്നു. ഉൽപ്പന്നങ്ങൾ ആദ്യമായി ഷെൽഫുകളിൽ എടുത്തുവെക്കുന്ന കർമ്മവുമാണ് അദ്ദേഹം നിർവഹിച്ചു. ജീവനക്കാർക്കായി പ്രത്യേക ഉപദേശങ്ങൾ നൽകിയ അദ്ദേഹം നിയമം വിട്ടൊരു കാര്യവും ചെയ്യരുത്, കമ്പനിയെ വഞ്ചിക്കരുത്, ഉപഭോക്താക്കളെ വഞ്ചിക്കരുതെന്നും വ്യക്തമാക്കി. കോട്ടയത്തിന് പിന്നാലെ തന്നെ 3 മാളുകൾ കൂടി ലുലു തുറക്കുന്നുണ്ട്. മലപ്പുറം ജില്ലയിലെ തിരൂർ, പെരിന്തൽമണ്ണ, കൊല്ലത്തെ കൊട്ടിയം എന്നിവിടങ്ങളിലാണ് പുതിയ മാളുകൾ വരാൻ പോകുന്നത്. 3ഇടത്തെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൊട്ടിയത്തെ മാളായിരിക്കും ആദ്യം പ്രവർത്തനം ആരംഭിക്കുകയെന്നാണ് സൂചന. കൊട്ടിയം മാളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അടുത്തിടെ നടന്നിരുന്നുവെങ്കിലും തിരൂരിലെയും റിക്രൂട്ട്മെന്റുകൾ നടക്കാൻ പോകുന്നതേയുള്ളൂ. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച 100 കമ്പനികളുടെ റാങ്കിൽ മികച്ച സ്ഥാനം നേടി ലുലു ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രമുഖ ബിസിനസ് പ്രസിദ്ധീകരണമായ അറേബ്യൻ ബിസിനസിന്റെ റാങ്കിങ്ങിലാണ് ലുലു ഗ്രൂപ്പ് ഇടം നേടിയത്. 2024 മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും മികച്ച 100 കമ്പനികളുടെ റാങ്കിങ്ങിൽ 12ാം സ്ഥാനം നേടി ലുലു ഗ്രൂപ്പ്. ആദ്യ 15 സ്ഥാനങ്ങളിൽ ഇടം നേടിയ ഏക ഇന്ത്യൻ കമ്പനിയും ലുലു ഗ്രൂപ്പാണ്. ദി ഗിവിംഗ് മൊമെന്റ് കമ്പനി, എമിറേറ്റ്സ് എയർലൈൻ, നിയോം എന്നിവയാണ് ആദ്യത്തെ 3 സ്ഥാനങ്ങളിലുള്ളത്. സുസ്ഥിരത മുൻനിർത്തിയുള്ള പദ്ധതികൾ, ഉപഭോക്തൃ സേവനം സുഗമമാക്കാൻ നടപ്പാക്കിയ ഡിജിറ്റൽ മാറ്റങ്ങൾ, സാമൂഹിക പ്രതിബദ്ധതയോടെയുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് ലുലുവിനെ മികച്ച കമ്പനികളുടെ മുൻനിര പട്ടികയിലേക്ക് അർഹരാക്കിയത്. സംതൃപ്തരായ ഉപഭോക്താക്കൾ, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, കൃത്യമായ ഉൽപ്പന്ന ലഭ്യത, വിപുലമായ പാർക്കിംഗ്, ഹാപ്പിനെസ് പ്രോഗ്രാമുകൾ എന്നിവയെല്ലാം ലുലുവിനെ പ്രിയപ്പെട്ട ബ്രാൻഡാക്കിയെന്ന് അറേബ്യൻ ബിസിനസ് വിലയിരുത്തി. ചെയർമാൻ MA യൂസഫ് അലിയുടെ ദീർഘവീക്ഷണമുള്ള നയങ്ങളും കാഴ്ചപ്പാടുകളും ലുലുവിനെ ആഗോള ബ്രാൻഡാക്കി മാറ്റുന്നതിൽ നിർണായകമായി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.